സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെയുള്ള വിമതരുടെ ആക്രമണം നൽകുന്നത് തങ്ങൾ ഏതു പക്ഷത്താണ് ഉള്ളതെന്ന സന്ദേശമാണ്. എംബസി കെട്ടിടത്തിലേക്ക് ഇരച്ചുകയറിയ വിമതർ ഫയലുകളും രേഖകളും മറ്റും നശിപ്പിച്ചു. എംബസിയുടെ പുറം ചുവരിൽ പതിപ്പിച്ചിരുന്ന ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഹൂറുള്ള ഖമേനി, ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, സെപ്റ്റംബർ 27-ന് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസ്രള്ള തുടങ്ങിയവരുടെ ചിത്രങ്ങൾ കീറിയെറിയുകയും ചെയ്തു. ഇതിനെ ഗൗരവത്തോടെയാണ് ഇറാൻ കാണുന്നത്. മറ്റൊരു എംബസിയും ആക്രമിക്കപ്പെട്ടതുമില്ല. എംബസി ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാനിയൻ നയതന്ത്രജ്ഞർ സ്ഥലം വിട്ടിരുന്നുവെന്ന വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ഖനാനിയെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എംബസിയിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് വിവരം. വിമതർ ദമാസ്കസിലെത്തുന്നതിന് മുൻപേ തന്റെ 24 കൊല്ലത്തെ ഏകാധിപത്യ ഭരണം ഉപേക്ഷിച്ച് പ്രസിഡന്റ് ബഷർ അൽ അസദ് വിമാനമാർഗം രാജ്യം വിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അസദുമായി ബന്ധം ഇറാനുണ്ടായിരുന്നു. അസദ് രാജ്യം വിട്ടതിനെ തുടർന്ന് ഡമാസ്കസിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ അരങ്ങേറുകയാണ്. വിമതർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും എല്ലായിടത്തും മുഴങ്ങുന്നുണ്ട്. ഇതിനിടയിലായിരുന്നു ഇറാൻ എംബസിയിലുണ്ടായ ആക്രമണം. അസദ് ഭരണത്തിന് അന്ത്യം കുറിച്ച വിമതർ ആദ്യം ചെയ്തത് സർക്കാർ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കുകയായിരുന്നു. ദമാസ്കസ്, ഹമ, അലേപ്പോ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ വർഷങ്ങളായി തടങ്കലിൽ കഴിയുന്നവരെല്ലാം മോചിതരായി എന്നാണ് റിപ്പോർട്ട്. ഈ ജയിലുകളിൽ ദമാസ്കസിലെ സെയ്ത്നയ ജയിൽ ഏറെ കുപ്രസിദ്ധമായിരുന്നു. മനുഷ്യ അറവുശാല എന്നായിരുന്നു ഈ ജയിലുകളെ വിളിച്ചിരുന്നത്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് 2021 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സിറിയൻ ഭരണകൂടത്തിന് കീഴിൽ ജയിലുകളിൽ 100,000-ത്തിലധികം പേർ മരിച്ചു. വധശിക്ഷയ്ക്ക് വിധേയരാകുകയോ മറ്റേതെങ്കിലും വിധത്തിൽ മരിക്കുകയോ ചെയ്തവരുടെ കണക്കാണിത്. ഇതിൽ 30,000-ത്തിലധികം പേർ ദമാസ്കസിലെ ജയിലിൽ മാത്രം മരിച്ചു. ദമാസ്കസ് ജയിലിലെ ക്രൂരതകൾ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. സെയ്ദ് നയത്തിലെ സൈനിക തടവറയിൽ 2 ഡിറ്റൻഷൻ സെന്ററുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 2011 ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ജനങ്ങളെ അടയ്ക്കാൻ ചുവന്ന നിറത്തിലുള്ള കെട്ടിടവും പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുന്ന സൈനികരെ അടയ്ക്കാനും മറ്റ് ഓഫീസുകൾക്കുമായി വെള്ള നിറത്തിലുള്ള കെട്ടിടവും ദമാസ്കസിലെ ജയിലിൽ സജ്ജമായിരുന്നു. ഏകദേശം 3 പതിറ്റാണ്ടോളം സിറിയ ഭരിച്ച പിതാവ് ഫസീസ് അൽ അസദിന്റെ പിൻഗാമിയായി 2000-ലാണ് ബഷാർ അൽ അസദ് അധികാരത്തിൽ വന്നത്. ബഷാർ ഭരണകൂടം തുടക്കത്തിൽ സിറിയയിൽ നവീകരണത്തിന് തുടക്കമിടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. 2011 സിറിയയിലുണ്ടായ ആഭ്യന്തര കലാപത്തിൽ 5 ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 60 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി. എണ്ണമറ്റ ആളുകൾ കുടിയൊഴിക്കപ്പെട്ടു. അന്ന് ബഷാർ ഭരണകൂടത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെയാണ് അദ്ദേഹം അതിജീവിച്ചത്. റഷ്യൻ വ്യോമസേനയെയും ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെയും സഹായം ബഷർ തേടി. എന്നാൽ ഇന്ന് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയും ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ ഇറാനും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് തന്നെ അസദിനെ ആരുടെയും പിന്തുണ കിട്ടിയില്ല. വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജലാനി അധികാര കൈമാറ്റത്തിനായി താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചു. സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലിയെ സർക്കാർ സ്ഥാപനങ്ങളുടെ കെയർടേക്കറായി നിയമിക്കുകയും ചെയ്തു.